ആദ്യം സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോകുന്നു. സണ്ണിക്കുട്ടി എബ്രഹാം, ഈ വിവാദം അനാവശ്യമായിരുന്നു. മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം ഒരുക്കാൻ കോൺഗ്രസിന്റെ കുടുംബം പോയില്ലല്ലോ, അല്ലെങ്കിൽ കോൺഗ്രസ് പോയില്ല, കുടുംബത്തെ മാത്രമാണ് അയച്ചത് എന്ന പേരിലൊരു വിവാദം ഒരു ഭാഗത്ത് വരുന്നു. മൻമോഹൻ സിംഗിന്റെ ചിതയാറും മുൻപ് വിയറ്റ്നാമിലേക്ക് പറന്നില്ലേ രാഹുൽ ഗാന്ധി എന്ന് അമിത് മാളവ്യ IT സെല്ലിൽ ചീഫ് കുറിക്കുന്നു. അപ്പോൾ അതിനൊക്കെ മറുപടിയും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നുണ്ട്. അനാവശ്യ വിവാദമാണോ നമ്മളിപ്പോൾ മൻമോഹൻ സിംഗിന്റെ പേരിൽ കേൾക്കുന്നത്? വാസ്തവത്തിൽ മൻമോഹൻ സിംഗിനെ പോലെ ഒരാളുടെ അന്ത്യകർമ്മങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അന്ത്യയാത്രയുടെ കാര്യത്തിൽ ഈ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അരുൺ ഇപ്പോൾ പറഞ്ഞു, ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുമ്പോൾ യമുനയിൽ ഒഴുക്കുമ്പോൾ കോൺഗ്രസ് പോയില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോയിരിക്കുന്നു, ഇവ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതല്ല പ്രശ്നം. ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മുമ്പായിട്ടൊരു സ്ഥലം അനുവദിച്ചോ? എന്തുകൊണ്ട് അനുവദിക്കാതിരുന്നു? അതൊരു പ്രധാന കാര്യമാണ്. കാരണം നമ്മളിതിനെ കാണേണ്ടത് 2013 മുതൽ ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്നത്തെ കേന്ദ്ര സർക്കാർ, അന്ന് മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാഷ്ട്രപതിമാര്, ഉപരാഷ്ട്രപതിമാര്, മുൻ രാഷ്ട്രപതിമാര്, ഉപരാഷ്ട്രപതിമാര്, മുൻ പ്രധാനമന്ത്രിമാർ, അതുപോലെ തന്നെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആരെങ്കിലും അന്തരിക്കുകയാണെങ്കിൽ അവരുടെ ശവസംസ്കാരം സംബന്ധിച്ച് ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നു. അതാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ എന്ന് പറയുന്നത്. അത് ഏകതാ സ്ഥലിനടുത്തായിട്ട് വരും, രാജ്ഘട്ടിന്റെയൊക്കെ ചേർന്നാണ്. അപ്പം 2013 ക്യാബിനറ്റ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിരുന്നു, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. 2012 ശ്രീ IK ഗുജറാൾ മരിച്ചതെന്നാണ് ഓർമ്മിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയത് ഈ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥലിലാണ്. പിന്നീട് വാജ്പേയിജി അന്തരിച്ചു. അപ്പോഴും അതിന്മേലൊരു തീരുമാനമെടുക്കാൻ ആർക്കും ഒരു കാലതാമസം ഉണ്ടായില്ല, ആർക്കും കൂടുതൽ സമയം വേണ്ടി വന്നില്ല. അദ്ദേഹത്തെയും അവിടെ തന്നെ, അത് ഏതാണ്ട് ശാന്തിവനം, നെഹ്റുവിന്റെ സമാധി, അതുപോലെ തന്നെ വിജയഘട്ട്, ശാസ്ത്രിജിയുടെ സമാധി, ഇതിന്റെ നടുവിലായിട്ട്, ഒത്ത നടുക്കാണെന്ന് ഞാൻ പറയുന്നില്ല, അതിന്റെ ഏതാണ്ട് നടുവിലായിട്ടാണ് അദ്വാനിജിക്കുള്ള അന്ത്യ കർമ്മത്തിനുള്ള വേദി ഒരുക്കിയത്. അവിടെ BJPയുടെ നേതൃത്വത്തിൽ തന്നെ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഒരു നല്ല സ്മാരകം പണിതിട്ടുണ്ട്. BJPയുടെ രാജ്ഘട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ മൻമോഹൻ സിംഗിന്റെ കാര്യം വരുമ്പോൾ മറ്റേ പഴയ പ്രധാനമന്ത്രിമാരെ പോലെയല്ല, നമുക്കൊരു സംവിധാനമുള്ളപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നിഗംബോധ് ഘട്ടിലേക്ക് മാറ്റി? ഇവിടെ ഒരു സ്ഥലമുള്ളപ്പോൾ, പ്രപ്പോസ്ഡ്, നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥലമുള്ളപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ, അന്ത്യയാത്രയല്ല അന്ത്യ ചടങ്ങുകൾ അവിടെ വെച്ച് നടത്തിയില്ല? ഈ നിഗംബോധ് ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 2-3 തവണയെങ്കിലും പോയിട്ടുണ്ട്, ചില സുഹൃത്തുക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട്. അത് മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരാളുടെ ഒരു ശവസംസ്കാര ചടങ്ങിന് വരുന്ന വലിയ ജനക്കൂട്ടത്തെ, അല്ലെങ്കിൽ വിശിഷ്ടാതിഥികളെ, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവര്, ഡിഗ്നിറ്ററീസ്, അവരെയൊന്നും ഉൾക്കൊള്ളാൻ പാകത്തിൽ ഉള്ളതല്ല. വലിയ വലുപ്പമുള്ള സ്ഥലം തന്നെയാണ്, പക്ഷെ അത് ഇതുപോലൊരു അന്ത്യകർമ്മങ്ങൾക്ക് പറ്റിയൊരു വേദിയല്ല. അവിടേക്ക് ഇത് നടത്തുന്നത് തീരുമാനിക്കാതെ, അതൊരു പൊതുശ്മശാനമാണ്. ഞാൻ പൊതുശ്മശാനം എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ സംസ്കാരം നടത്തിയവരെയൊന്നും ചെറുതാക്കി കാട്ടുകയില്ല. പക്ഷേ ഇവിടെ നമുക്ക് മൻമോഹൻ സിംഗിന്റെ ഈ അന്ത്യകർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ നടത്തുകയും അവിടെ തന്നെ ഒരു സ്മാരകം കെട്ടുന്നതിന് അതാര് കെട്ടുന്നു? ഗവൺമെന്റ് ആണോ? ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു മറുപടി, ഒരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചു വേണ്ടേ ആ സ്ഥലം കൈമാറാൻ, അതിന് സമയമെടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ നൽകിയ വിശദീകരണം. അല്ല, വാജ്പേയിയുടെ ശവസംസ്കാരം നടക്കുമ്പോൾ ട്രസ്റ്റ് രൂപീകരിക്കായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. അതാണ് BJP മറുപടി പറയേണ്ടത്. മരണത്തിലും ഈ വിവേചനം കാട്ടിയിരുന്നതിനാണ്. Debate with Dr. Arun Kumar.